ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു പത്രസമ്മേളനം നടത്തണമെന്ന് തീരുമാനിച്ചത് കേരളത്തിലെ മിൽമയിലെ റിക്രൂട്ട്മെന്റ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലും തിരുവനന്തപുരം മേഖലയിലും അതോടൊപ്പം തന്നെ മലബാർ മേഖലകളിലും മിൽമയ്ക്ക് കുറേയധികം ഒഴിവുകളുണ്ട്. അപ്പോൾ അത് ഗവൺമെന്റ് നോംസ് അനുസരിച്ച് തന്നെ ഒരു വിജ്ഞാപനം ഇറക്കിക്കൊണ്ട് തന്നെ ഈ റിക്രൂട്ട്മെന്റ് നടത്തണം എന്ന തരത്തിലേക്ക് ഞങ്ങൾ വരികയും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കേരളത്തിൽ ഞങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് മിൽമയുടെ ദക്ഷിണ മേഖല യൂണിയനായ തിരുവനന്തപുരം മിൽമയിലും അതോടൊപ്പം തന്നെ ഇന്ന് ഉത്തര മേഖല യൂണിയനായ മലബാർ മിൽമയിലും മാനവ വിഭവശേഷി ശക്തിപ്പെടുത്തുക, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, അതുവഴി നമ്മുടെ മിൽമയെ ഉയർച്ചയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യങ്ങളോടുകൂടി ഒഴിവുള്ള സ്ഥിരം തസ്തികകളിൽ നിയമനത്തിലുള്ള നടപടികൾ സ്വീകരിക്കുവാനാണ് ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചു ചേർക്കണമെന്ന് തീരുമാനിച്ചു. ക്ഷീര കർഷകരുടെ ഇന്ന് ഒരു സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ സഹകരണ സ്ഥാപനം എന്ന നിലയിൽ അവിടുത്തെ സ്ഥിര നിയമനങ്ങളിൽ ക്ഷീര കർഷകർക്കും അവരുടെ ആശ്രിതർക്കും നിയമന സംവരണം കൊണ്ടുവരുന്നതിന് സർക്കാർ തത്വത്തിൽ ഇപ്പോൾ അനുമതി നൽകിയിരുന്നു. സഹകരണ ചട്ടങ്ങളിൽ ആയതിന് വേണ്ട ഭേദഗതി വരുത്തുന്നത് വരെ നിലവിൽ ഇന്ന് നടക്കുവാൻ പോകുന്ന നിയമനങ്ങളിൽ ക്ഷീര കർഷകർക്കും അവരുടെ ആശ്രിതർക്കും മുൻഗണന ഏർപ്പെടുത്തുവാൻ ഇന്ന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മിൽമയിൽ നടത്തുവാൻ പോകുന്നത് കഴിഞ്ഞ 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടത്തുന്ന നിയമന പ്രക്രിയ യൂണിയനിൽ ദീർഘകാലമായി ഒഴിഞ്ഞുകിടക്കുന്ന വിവിധ തസ്തികകളിലേക്ക് നിലവിലെ സഹകരണ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി നിയമന പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള കൃത്യമായ ചട്ടക്കൂട് തയ്യാറാക്കി ഉത്തരവാകുകയും അതുവഴി 8 അംഗ റിക്രൂട്ട്മെന്റ് കമ്മിറ്റി രൂപീകരിച്ച് നിയമന നടപടികൾ കർശനവും സുതാര്യവുമായി മുന്നോട്ട് പോകുന്നതിനും ഈ സർക്കാരിന്റെ സമയോചിതവും ഫലപ്രദവുമായ ഇടപെടലുകൾ ഏറെ സഹായകരമായിട്ടുണ്ട്. നമ്മുടെ യുവതലമുറ അഭിമുഖീകരിക്കുന്ന തൊഴിലില്ലായ്മ എന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് നിരവധി നയപരമായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ആയതിനാൽ ഒരു പരിധിവരെ ആശ്വാസമാകുന്ന തരത്തിൽ വിവിധ തസ്തികകളിലെ 198 ഒഴിവുകളിലേക്കാണ് തിരുവനന്തപുരം മേഖലാ യൂണിയൻ നിയമന വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. മലബാർ മേഖലയിൽ 23ഓളം വരുന്ന തസ്തികകളിൽ 47 ഒഴിവുകളാണ് ഇന്ന് വിജ്ഞാപനം നടത്തിയിരിക്കുന്നത്. ക്ഷീര കർഷകരുടെ സ്ഥാപനം എന്ന നിലയിൽ ക്ഷീര കർഷകർക്കും അവരുടെ ആശ്രിതർക്കും മുൻഗണന നൽകിക്കൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഭിന്നശേഷി വിഭാഗം എന്നിവർക്ക് ചട്ടപ്രകാരമുള്ള സംവരണം നൽകിക്കൊണ്ടുമാണ് വിജ്ഞാപനം തയ്യാറാക്കിയിരിക്കുന്നത്. ദീർഘനാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സുതാര്യമായ ഒരു നിയമന പ്രക്രിയ നമ്മുടെ സമൂഹത്തിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും കർഷകരുടെ ആശ്രിതർ ഉൾപ്പെടെ ഉള്ളവർക്ക് സ്ഥിര നിയമനത്തിനും ഇതിലൂടെ അവസരം ലഭിക്കുന്നതാണ്. നമ്മൾ ഇത്രയും ഞങ്ങൾക്കറിയാം ഒരുപാട് ഒഴിവുകളുണ്ട്. എന്നും താൽക്കാലിക നിയമനങ്ങളൊക്കെ നടത്തി വലിയ വിവാദത്തിലേക്കൊക്കെ നമ്മുടെ മിൽമ പോകുമ്പോഴും അത്തരത്തിൽ പോകാൻ പാടില്ല. കേരളത്തിൽ തന്നെ മിൽമ റിക്രൂട്ട്മെന്റ് ബോർഡ് ഉൾപ്പെടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവർ അതിൽ അംഗമായി നിന്നുകൊണ്ടാണ് കൃത്യമായ നിലയിൽ ഈ റിക്രൂട്ട്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് നോംസ് അനുസരിച്ച് തന്നെ വിജ്ഞാപനം ഇറക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഓരോ നിയമനങ്ങളും നമ്മൾ നടത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് പത്രമാധ്യമങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ളൊരു പത്രസമ്മേളനം ഞങ്ങൾ നടത്തുവാൻ വേണ്ടി മുൻകൈ എടുത്തത്. മിൽമയുടെ തന്നെ കേരളത്തിലെ MD ശ്രീ ആസിഫ് യൂസഫ് ഉൾപ്പെടെയുള്ള നമ്മുടെ തിരുവനന്തപുരം മേഖല MD, അതോടൊപ്പം തന്നെ കേരളത്തിലെ നമ്മുടെ ഇവിടുത്തെ തിരുവനന്തപുരം മേഖലയിലെ നമ്മുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ നമ്മുടെ മണി വിശ്വനാഥ് ഉൾപ്പെടെയുള്ളവർ നമ്മുടെ ഈ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അവരെല്ലാം പങ്കെടുക്കുന്നത്. വാഗൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്.
കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.